അതെ, അത് 2021 വന്നപ്പോ ഏറ്റെടുത്തിട്ട് പോയതാണ് ഈ കാര്യങ്ങളൊക്കെ. ഇപ്പം പറയുന്നുണ്ട് അത് ആരോഗ്യ മേഖലയെല്ലാം പഞ്ചായത്താണ് ശരിയാക്കേണ്ടത്, അത് MLA പണിയല്ല, എനിക്ക് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റൂല എന്നാണ് ഓരോ വീട്ടിലും കയറിയപ്പോ വോട്ടർമാര് പറയുന്നതിനനുസരിച്ചിട്ട് ഇയാൾ മറുപടി പറയുന്നത് അങ്ങനെയാണ്. കേരളം ഭരിക്കുന്ന സർക്കാരിനോടും ആ സർക്കാരിന്റെ MLA യോടും, അതായത് ഇവരുടെ MLA ആയ CH കുഞ്ഞമ്പുവിനോടും പറയാനുള്ളത്, ഇവർ കേരളീയരാണ്. കേരളത്തിലെ ഒരു പൗരന് നൽകേണ്ട അടിസ്ഥാന ആവശ്യമായ വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയൊക്കെ അത് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾക്കൊക്കെ അർഹരായിട്ടുള്ള ആളുകളാണ്. വെറും വാഗ്ദാനങ്ങൾ മാത്രമല്ല അവർക്ക് നൽകേണ്ടത്. അവർക്ക് നിങ്ങൾ എന്ത് വാഗ്ദാനമാണോ നൽകിയത് ആ വാഗ്ദാനം പാലിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരുമാണ്. കേരളത്തിന്റെ യാതൊരു ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ല, അങ്ങനെയെങ്കിൽ ഞങ്ങളെ കർണാടകയിലേക്കെങ്കിലും വിട്ടൂടെ എന്നുള്ളതാണ്, അല്ലെ? അങ്ങനെയാണ് ഇവരുടെ കാര്യം. കാരണം ഇവര് ഇത് തമാശക്ക് പറയുന്നില്ല, ഇവരുടെ അവസ്ഥ കൊണ്ട്, ഇവര് നേരിടുന്ന പ്രതിസന്ധികൾ കൊണ്ട് ഇവര് പറയുന്നതാണ്. ഒരു പനി വന്നാൽ ചികിത്സിക്കാൻ 15 കിലോമീറ്ററോളം പോവേണ്ടി വരുന്ന ഒരു നാടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതും നമ്മുടെ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ ഉദുമ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിലെ ആളുകളുടെ അവസ്ഥയാണ്. ഇവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമില്ല. അതായത് ഇവിടുത്തെ ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ വയസ്സായ ആളുകൾക്ക് ചെറിയൊരു അസുഖം വന്നാൽ പോലും അവർക്ക് 15 കിലോമീറ്ററുകൾ താണ്ടി വളരെ ദൂരത്തേക്ക് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇവർക്കുണ്ടാകുന്നുണ്ട്. ഇതിനെപ്പറ്റി ഞാനൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല. ഇവിടുത്തെ നാട്ടുകാർ തന്നെ അവരനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയെ പറ്റി അവർ പറയും. എന്താണ് നിലവിലെ ഇവിടുത്തെ ആരോഗ്യ രംഗത്തിന്റെ ഒരു പ്രശ്നങ്ങൾ? ഇവിടെ ഒരു ചെറിയ പനി വന്നാൽ പോലും ഞങ്ങൾ ആശ്രയിക്കുന്നത് കർണാടകയിലെ ഈശ്വരമംഗലം എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ എല്ലാവരും പോകുന്നത്. അവിടെ എത്തണമെങ്കിൽ 7 കിലോമീറ്ററോളം സഞ്ചരിച്ചു വേണം എത്താൻ. ദേലമ്പാടി പഞ്ചായത്തിലെ അടൂരിൽ ഒരു ഫാമിലി ഹെൽത്ത് സെന്റർ ഉണ്ടെങ്കിലും അവിടത്തേക്ക് ഞങ്ങൾക്ക് എത്തണമെങ്കിൽ 3 ബസ്സിൽ കയറി 15 കിലോമീറ്ററോളം സഞ്ചരിച്ച് വേണം അവിടെ എത്താൻ. ഞങ്ങളുടെ നിലവിലെ MLA-യോട് പല പ്രാവശ്യം ഇവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഒരു ബ്രാഞ്ചെങ്കിലും അനുവദിച്ചു തരണമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും ഇതുവരെയും അദ്ദേഹം അതിന് ഒരു അടവ് പറഞ്ഞതല്ലാതെ ഇതുവരെ ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനവും ഏർപ്പെടുത്തിയിട്ടില്ല. അതായത് കുഞ്ഞമ്പു ഇലക്ഷന്റെ സമയമാകുമ്പോ വന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയല്ല ചെയ്തുതരാം, പിന്നെ നിങ്ങള് മെയിൻ ഇല്ല. അതെ, അത് 2021 വന്നപ്പോ ഏറ്റെടുത്തിട്ട് പോയതാണ് ഈ കാര്യങ്ങളൊക്കെ. ഇപ്പം പറയുന്നുണ്ട് അത് ആരോഗ്യ മേഖലയെല്ലാം പഞ്ചായത്താണ് ശരിയാക്കേണ്ടത്, അത് MLA പണിയല്ല, എനിക്ക് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റൂല എന്നാണ് ഓരോ വീട്ടിലും കയറിയപ്പോ വോട്ടർമാര് പറയുന്നതിനനുസരിച്ചിട്ട് ഇയാൾ മറുപടി പറയുന്നത് അങ്ങനെയാണ്. ഇപ്പൊ 2021 എനിക്ക് തോന്നുന്നു ഒരുപാട് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് സ്കൂളിന്റെ കാര്യത്തിലായാലും ഇവിടുത്തെ വന്യമൃഗത്തിന് അക്രമത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ ഒരുപാട് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഈ വാഗ്ദാനം വന്നിട്ട് അതൊന്നും പാലിച്ചിട്ടില്ല. പക്ഷെ വന്നിട്ടുണ്ടോ പഞ്ചായത്തിലേക്ക്? വന്നിട്ടുണ്ടോ ജയിച്ചതിന് ശേഷം? പഞ്ചായത്തിലേക്ക് പല പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ടാവും. അത് നാടിനെ പറ്റി അന്വേഷിക്കാനൊന്നല്ല, എന്തെങ്കിലും ഉദ്ഘാടനം തറക്കല്ലിടലോ ഉണ്ടാവും, അതിന് വന്നിട്ട് അങ്ങനെ തന്നെ പോയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അല്ലാതെ നാട്ടിനെ പറ്റി അന്വേഷിക്കാനോ ഇവിടെ എന്ത് ആവശ്യങ്ങളുണ്ട്, ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് വോട്ടർമാരെ കണ്ട് ചോദിക്കാനൊന്നും ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. 3 പ്രാവശ്യം വന്നു. ഒന്ന് പാർലമെന്റ് ഇലക്ഷൻ വന്നു, ഇപ്പൊ പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ വന്നു, ഇപ്പോഴും വന്നു. ഇപ്പൊ 3 പ്രാവശ്യം വന്നു 5 വർഷത്തെ. ഇനി ജയിച്ചു കഴിഞ്ഞാൽ അതിന് ജയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ലാസ്റ്റ് വോട്ടിനല്ല, 2-3 വോട്ട് അതിന് മുമ്പ് വരാറുണ്ടല്ലോ. പഞ്ചായത്ത് വരാനുണ്ട്, MP വോട്ട് വരാനുണ്ട്, അതിനൊക്കെ വരും. പിന്നെ മൂപ്പരെ കാണുമില്ല, മൂപ്പര് ഞാൻ പറഞ്ഞ വാഗ്ദാനം പാലിക്കുന്നുമില്ല. അതായത് പ്രതീക്ഷയില്ല നിങ്ങൾക്ക്? ഇല്ല, പ്രതീക്ഷയില്ല, തീരെ പ്രതീക്ഷയില്ല. 100% ഞങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ട് ആണ് അയക്കുന്നത്. നിങ്ങളെ അവസ്ഥ ഒന്ന് വേറെ രീതിയിൽ ചിന്തിച്ചാൽ, നിങ്ങൾ കേരളത്തിലുള്ള ആളുകളാണ്. അതെ. പക്ഷെ കേരള സർക്കാരിനെ കൊണ്ടോ ഇവിടെ കേരളത്തിലുള്ള MLA-നെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഉപകാരവും കിട്ടുന്നില്ല. യാതൊരു ഉപകാരവും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾ എന്തെങ്കിലും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇപ്പൊ പിന്നെ ആശുപത്രിയൊക്കെ ആശ്രയിക്കും, ഞങ്ങൾ കർണാടകത്തിന്. അതുപോലെ ഞങ്ങൾ ഈ ചരക്കുകൾ വിൽക്കാനോ ഒക്കെ ഞങ്ങൾ കർണാടകത്തിന് ആശ്രയിക്കുന്നു. കേരളത്തിൽ ആണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ചെറിയ ടൗൺ ആണെങ്കിൽ ഞങ്ങൾക്ക് മുള്ളേരിയാൻ പോകണം. മുള്ളേരി ഏകദേശം ഇവിടുന്ന് ഒരു 10-25 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അടൂവാണെങ്കിൽ അവിടെ 15 കിലോമീറ്റർ. നമുക്ക് എല്ലാ ആശ്രമം കർണാടകമാണ്. ഇവരുടെ സ്റ്റേറ്റ്മെന്റ് വളരെ ശക്തമാണ്.
കേരളം ഭരിക്കുന്ന സർക്കാരിനോടും ആ സർക്കാരിന്റെ MLA യോടും, അതായത് ഇവരുടെ MLA ആയ CH കുഞ്ഞമ്പുവിനോടും പറയാനുള്ളത്, ഇവർ കേരളീയരാണ്. കേരളത്തിലെ ഒരു പൗരന് നൽകേണ്ട അടിസ്ഥാന ആവശ്യമായ വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയൊക്കെ അത് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾക്കൊക്കെ അർഹരായിട്ടുള്ള ആളുകളാണ്. വെറും വാഗ്ദാനങ്ങൾ മാത്രമല്ല അവർക്ക് നൽകേണ്ടത്. അവർക്ക് നിങ്ങൾ എന്ത് വാഗ്ദാനമാണോ നൽകിയത് ആ വാഗ്ദാനം പാലിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരുമാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് മുമ്പിൽ വാഗ്ദാനങ്ങളുമായി ഒരുപാട് ആളുകൾ വരും. അത്തരത്തിൽ വാഗ്ദാനങ്ങൾ കേട്ട് വഞ്ചിക്കപ്പെട്ട ആളുകളാണ് ഇവർ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വോട്ടുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം നൽകുക. നിങ്ങളെ വാഗ്ദാനങ്ങൾ നൽകി പറഞ്ഞു പറ്റിക്കുന്ന ആളുകൾക്ക് യാതൊരു തരത്തിലും വോട്ട് നൽകരുത്. ഇവർ പറയുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത്, കേരളത്തിന്റെ യാതൊരു ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ല, അങ്ങനെയെങ്കിൽ ഞങ്ങളെ കർണാടകയിലേക്കെങ്കിലും വിട്ടൂടെ എന്നുള്ളതാണ്, അല്ലെ? വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയാണ് ഇവരുടെ കാര്യം. കാരണം ഇവര് ഇത് തമാശക്ക് പറയുന്നില്ല, ഇവരുടെ അവസ്ഥ കൊണ്ട്, ഇവര് നേരിടുന്ന പ്രതിസന്ധികൾ കൊണ്ട് ഇവര് പറയുന്നതാണ്. ഏതായാലും ഇവരുടെ വിഷയത്തിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണം. ഇത് ഈ ദേലമ്പാടിയിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, ഇത് ഉദുമ മണ്ഡലത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ ആളുകളോടും പറയാനുള്ളത് നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. നിങ്ങളുടെ വോട്ടുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക, നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുക.